ആദികവിയായ വാൽമീകിയാൽ വിരചിതമായ ആദികാവ്യമാണ് രാമായണം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ കഥ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയത് രാമായണ കഥ കുട്ടികൾക്ക് എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ 1-ാം അധ്യായം വായിച്ചിട്ടുണ്ട്. കേൾക്കാത്തവർ ഒന്ന് കേൾക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഊണ് കഴിഞ്ഞ് കുട്ടികൾ എത്തിച്ചേർന്നപ്പോൾ മുത്തച്ഛൻ കഥ പറയാൻ തുടങ്ങി. ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി രാജകൊട്ടാരത്തിലെത്തി. വലിയ തേജസ്വിയാണ്. ആ മുഖത്ത് നോക്കാൻ തന്നെ എല്ലാവർക്കും ഭയമാണ്. പോരാത്തതിന് മുൻചുണ്ടിക്കാരനും. മഹർഷിയെ കണ്ട ഉടനെ ദശരഥൻ എഴുന്നേറ്റ് വന്ദിച്ചു. സൽക്കരിച്ചിരുത്തി പൂജിച്ചു. മഹർഷിയുടെ വരവിൻ്റെ ഉദ്ദേശം ആരാഞ്ഞു. വിശ്വാമിത്രൻ പറഞ്ഞു, താൻ ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന മഹായജ്ഞം മാരീചൻ, സുബാഹു എന്നീ രാക്ഷസന്മാർ തടസ്സപ്പെടുത്തുന്നു. യജ്ഞം മുടക്കുന്നു. യോഗാഗ്നിയിൽ ചോരയും മാംസകഷ്ണങ്ങളും നിക്ഷേപിച്ച് കർമ്മം അശുദ്ധമാക്കുന്നു. താൻ യാഗദീക്ഷ വരിച്ചവനാകയാൽ യുദ്ധം ചെയ്യാൻ നിവർത്തിയില്ല. യാഗം സംരക്ഷിക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണം. ലോക നന്മയ്ക്കുള്ള യാഗമല്ലേ, എന്തു സഹായം ചെയ്യാനും ഒരുക്കമാണ്. ദശരഥൻ മഹർഷിയെ അറിയിച്ചു. മാരീച, സുബാഹുക്കൾ മായാവികളായ രാക്ഷസന്മാരാണ്. അവർ ചില്ലറക്കാരല്ല. അവരെ വധിക്കാൻ ശ്രീരാമനെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ പറഞ്ഞുവിടണം. വിശ്വാമിത്രൻ ആവശ്യം അറിയിച്ചു. രാജാവ് ഞെട്ടി. മക്കളെ കണ്ട് മോഹം തീർന്നിട്ടില്ല. 16 വയസ്സുപോലും തികയാത്തവനാണ് രാമൻ. യുദ്ധം ചെയ്ത് അവന് പരിചയമില്ല. രാക്ഷസന്മാർ മായാവികളും ദുഷ്ടന്മാരുമാണ്. വിശ്വാമിത്രനോട് എന്തു പറയണമെന്നറിയാതെ ദശരഥൻ കുഴങ്ങി. വിശ്വാമിത്രൻ മുൻകോപിയാണ്. തടസ്സം കേട്ടാൽ ഉടനെ ശപിക്കും. വംശം നശിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയും. എന്തു ചെയ്യണം? ദശരഥൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി വസിഷ്ഠ ഗുരു ഇടപെട്ടു. ശ്രീരാമൻ്റെ ജന്മോദ്ദേശ്യം ആ വന്ധ്യഗുരുവിന് അറിയാം. ആർക്കും ഒരാപത്തും വരില്ല. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. രാജഗുരു ദശരഥനെ അവതാര രഹസ്യം അറിയിച്ചു. ഗുരുവിൻ്റെ ഉപദേശം ദശരഥൻ അനുസരിച്ചു. ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കുക തന്നെ. ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിളിച്ച് മാറോടണച്ച് ചുംബിച്ചു. മക്കളെ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു. അവർ യാത്രയായി. ശത്രുവിനെ നേരിടാനുള്ള ആയുധങ്ങൾ എടുത്തു. അച്ഛനെയും അമ്മമാരെയും ഗുരുവിനെയും വണങ്ങി. മക്കൾ ജയിച്ചു വരട്ടെ. അച്ഛനമ്മമാർ അനുഗ്രഹിച്ചു. കാടും മേടും കടന്ന് അവർ സരയൂ നദിയുടെ കരയിൽ എത്തിച്ചേർന്നു. രാജകുമാരന്മാർക്ക് വിശപ്പും ദാഹവും ക്ഷീണവുമുണ്ട്. അവർ രാജകൊട്ടാരത്തിൽ വളർന്നവരല്ലേ. ബുദ്ധിമുട്ട് എന്തെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടോ? വിശ്വാമിത്രൻ അവരെ നദീതീരത്ത് ഇരുത്തി. ക്ഷീണം തീർത്തിട്ട് പോകാം. 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു. മന്ത്രങ്ങളുടെ പേരാണ് ബല, അതിബല. വിശപ്പും ദാഹവും തോന്നുമ്പോൾ ആ മന്ത്രം ചൊല്ലിയാൽ മതി. വിശപ്പും ദാഹവും തീരും. എന്തെളുപ്പമല്ലേ. ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കേണ്ട, പാകം ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. യാത്ര പോകുമ്പോൾ ചുമന്നുകൊണ്ട് പോകേണ്ട. തിന്നണം കുടിക്കണം എന്ന് തോന്നുമ്പോൾ മന്ത്രം കൊണ്ട് കാര്യം സാധിക്കുന്നു. രാമലക്ഷ്മണന്മാർ മന്ത്രം ചൊല്ലി വിശപ്പും ദാഹവും തീർത്തു. മണൽത്തട്ടിൽ കിടന്നുറങ്ങി. രാവിലെ തന്നെ വിശ്വാമിത്രനോടൊപ്പം രാജകുമാരന്മാർ ഗംഗാനദി കടന്നു. താടകാവനത്തിലെത്തി. ആ വനത്തിൻ്റെ അധിപതിയാണ് താടക. അവൾ ശാപം കൊണ്ട് യക്ഷിയായി തീർന്നു. പരമദുഷ്ടയും ദുർവൃത്തയുമാണ്. സ്ത്രീഹത്യ പാപമാണ്. പക്ഷേ താടകാവധം പുണ്യമാണ്. അവർ സകല ലോകത്തെയും ഉപദ്രവിക്കുന്നവളാണ്. ധർമ്മത്തിൻ്റെ കണിക പോലും അവളിൽ ഇല്ല. അതുകൊണ്ട് അവളെ കൊല്ലുന്നത് അധർമ്മത്തെ ഇല്ലാതാക്കലാണ്. മടിക്കാതെ അവളെ കൊല്ലുക. മഹർഷിയുടെ ഉപദേശം കേട്ട് ശ്രീരാമൻ വില്ലെടുത്തു. ഞാണൊലി ഉയർന്നു. ഉടനെ ഭയങ്കരിയായ താടക അടുത്തെത്തി. കോപാവേശത്തോടെ രാമൻ്റെ നേരെ ചാടി. പിന്നെ രാമൻ താമസിച്ചില്ല. ബാണം കൊണ്ട് താടകയുടെ മാറു തുളച്ചു. ചോര ധാരധാരയായി ഒഴുകി. ഒരു മല പോലെ ആ രാക്ഷസി നിലത്ത് വീണു മരിച്ചു. രാമബാണം ഏറ്റതുകൊണ്ട് അവൾക്ക് മോക്ഷം കിട്ടി. സുന്ദരിയായ യക്ഷി. അവൾ രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്വർഗം പ്രാപിച്ചു. വിശ്വാമിത്രൻ സന്തുഷ്ടനായി സ്നേഹാദരവോടെ രാമലക്ഷ്മണന്മാരെ വാരിപ്പുണർന്നു.
ഇനിയും ശത്രുക്കളെ വധിക്കാനുണ്ട്, പല യുദ്ധങ്ങളും ചെയ്യാനുണ്ട്. ധീരന്മാരായി മുന്നോട്ടു പോകൂ. മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഗൂഢമന്ത്രങ്ങളും നിരവധി ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ചു. വിശ്വാമിത്രനോടൊപ്പം രാജകുമാരന്മാർ യാത്ര തുടർന്നു. കാമാശ്രമത്തിലെത്തി. മുനിമാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. എല്ലാവരും അവിടെ വിശ്രമിച്ചു. മഹർഷിമാരോട് കുശലം അന്വേഷിച്ചു. തൊട്ടടുത്താണ് സിദ്ധാശ്രമം. പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ എത്തി. രാജകുമാരന്മാരെ മുനിമാർ വരവേറ്റ് പൂജിച്ചു. സിദ്ധാശ്രമം പുണ്യസ്ഥലമാണ്. ആ ഭൂമി മഹാബലിയുടെയും വാമനന്റെയും കഥയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ്. ഇന്നവിടം വിശ്വാമിത്രന്റെ ആശ്രമമാണ്. ഇപ്പോഴിതാ മറ്റൊരു അവതാരമൂർത്തിയായ ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് അവിടം കൂടുതൽ പവിത്രമായിരിക്കുന്നു. വിശ്വാമിത്രൻ യാഗം നടത്താൻ പോകുന്നതും അവിടെയാണ്. യാഗരക്ഷയ്ക്ക് വേണ്ടി യാഗഭൂമിയിൽ രാമലക്ഷ്മണന്മാർ വന്നു കഴിഞ്ഞു. യാഗം ആരംഭിക്കാം. ശ്രീരാമൻ വിശ്വാമിത്രനോട് അരുളി. യാഗരക്ഷയുടെ ചുമതല മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ അപ്രകാരം അരുളിയത്. യാഗം തുടങ്ങി. യാഗശാല അശുദ്ധമാക്കാൻ മാംസവും രക്തവും ശേഖരിച്ചുകൊണ്ട് മാരീചനും സുബാഹുവും തയ്യാറായി. പക്ഷെ അത് കാണുവാൻ ദൈവിക ശക്തി വേണം. രാക്ഷസന്മാർ മായാവികളാണ്. ആഗ്രഹം പോലെ രൂപം മാറാൻ അവർക്ക് കഴിയും. ശ്രീരാമൻ ആരാണെന്ന് അവർക്കറിയില്ല. അത് വിശ്വാമിത്രനെ അറിയൂ. അതാണല്ലോ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മണന്മാർ നിയോഗിക്കപ്പെട്ടത്. 2 രാക്ഷസന്മാരും യാഗശാലയ്ക്കടുത്തെത്തിയതായി ശ്രീരാമൻ അറിഞ്ഞു. ഉടൻ തന്നെ 2 അസ്ത്രമെടുത്ത് തൊടുത്തുവിട്ടു. ഒന്ന് ഉടൻ സുബാഹുവിനെ കൊന്നു. മറ്റേ ബാണം മാരീചനെ ഓടിച്ചു. പേടിച്ച് മാരീചൻ പറന്നു. പിന്നാലെ ബാണവും. ഏതൊക്കെ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയാലും ബാണം വിടില്ല. പിന്നാലെയുണ്ട്. ഓടി ഓടി മാരീചൻ തളർന്നു വീഴാറായി. ഓടിയ ദൂരം എത്രയാണെന്നോ? 100 യോജന. ഒടുവിൽ ബാണം രാക്ഷസനെ ഒരൊറ്റ തള്ള് അങ്ങ് സമുദ്രത്തിലേക്ക്. സമുദ്രത്തിൽ വീണ് വെള്ളം കുടിച്ചു തുടങ്ങി. ഭാഗ്യത്തിന് ചത്തില്ല. എന്നാൽ ചത്ത പോലെയായി. അപ്പോഴേക്കും ലക്ഷ്മണൻ കൂട്ടുകാരായ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. ഒരു തടസ്സവും കൂടാതെ യാഗം ഗംഭീരമായി നടന്നു. വിശ്വാമിത്ര മഹർഷിയുടെ യശസ് ലോകം മുഴുവൻ പരന്നു. മഹർഷി സന്തോഷം കൊണ്ട് മതിമറന്നു. രാജകുമാരന്മാരെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു. മഹർഷിയുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് 3 ദിവസം അവർ ആശ്രമത്തിൽ കൂടി. മഹർഷി അവർക്ക് വിവേകമുണ്ടാക്കുന്ന ഉപദേശങ്ങൾ നൽകി. വീര്യം വർദ്ധിപ്പിക്കുന്ന വീരകഥകൾ പറഞ്ഞുകൊടുത്തു. കഥ മതിയാക്കും മുത്തച്ഛ, ഉറക്കം വരുന്നു. കുട്ടികൾ ഉറങ്ങാൻ പോയി.